ഹലോ ലോയ്റ്റ്, സത്യം പറയുകയാണെങ്കിൽ രാവിലെ ഒരു വെളിവും ബോധമില്ലാണ്ടാണ് എനിക്കണത്. തലേ ദിവസം ലേറ്റ് ആവും കിടക്കുമ്പോൾ, പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഈ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. അതുകൊണ്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഒക്കെ കുറവെടുക്കുക. അങ്ങനെ ജിമ്മിലൊക്കെ പോയി കുളിച്ച് ഫ്രഷ് ആയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്കിൾ പറഞ്ഞു ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ സഫാരി ഹൈപ്പർ മാർക്കറ്റിലും കൂടെ പോകാനുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രായത്തിൽ വെൻഡിങ് മെഷീൻ കണ്ട ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അടുത്ത് കണ്ടൊരു വെൻഡിങ് മെഷീൻ 2 M&M's മേടിച്ചു. ഒന്ന് പീനട്സും ഒന്ന് ക്രിസ്പിയും. ക്രിസ്പി ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരുന്നു കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ സഫാരി ഹൈപ്പർ മാർക്കറ്റിലെത്തി. എന്റെ പൊന്നോ, വീക്കെൻഡ് അല്ലായിരുന്നിട്ട് കൂടി നല്ല തിരക്കായിരുന്നേ. എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഏതൊക്കെ പുതിയ കടകൾ വന്നെന്ന് പറഞ്ഞാലും സഫാരി എന്നും സഫാരി തന്നെ. എൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ പോയാലും സഫാരിയിൽ വന്ന് ഷോപ്പ് ചെയ്താലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. വേറൊരു കടയിലും ഞങ്ങൾക്ക് അത് കിട്ടാറില്ല. കുറേ നേരത്തെ ഷോപ്പിങ്ങും ലോങ് ക്യൂവിൽ നിന്ന് ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായി. നേരെ സഫാരിയുടെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. അവിടെ പംകിൻ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ഇന്നത്തെ ഫുഡ്. അങ്കിളും ആൻറ്റിയും ഒരു ഫിഷ് കറി മീൽസ് ആട്ടോ പറഞ്ഞത്. അതിനകത്ത് തന്നെ കുറേ കറികളുണ്ടായിരുന്നു, പപ്പടവും സാമ്പാർ, ഓലൻ, കാളൻ, പിന്നെന്തായിരുന്നു അതിൻ്റെ ചാറ് കറികൾ, മീൻകറിയൊക്കെ കുറേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ 10 റിയാലിന് അടിപൊളി ഫുഡാട്ടോ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 2 പേർക്കൊക്കെ സുഖമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചിരുന്നത് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അതിന് കൂടെ തന്നെ ചിക്കൻ കറിയും പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പായസം കിട്ടിയിട്ട് ഓവറോൾ നൈസ് ഫുഡായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടും പിന്നെ നാടൻ ഫുഡായിരുന്നതുകൊണ്ടും ഞങ്ങൾ നല്ലപോലെ കഴിച്ചു. ഇഡ്ലി ഗർഭ, ദോശ ഗർഭ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു സമൂസ ഗർഭ. അടുത്തുള്ള ക്യൂ കഫേ പോയി നല്ല ചൂട് ബോംബെ സമൂസ മേടിച്ചു. വീട്ടിൽ നോക്കിയപ്പോൾ ചില്ലി സോസും ഹോട്ട് സോസും. ആ സമൂസയുടെ കൂടെ ആ ഹോട്ട് സോസൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ പള്ളിയിലോട്ട് പോയി. ഇന്ന് കുർബാന ഉണ്ടായിരുന്നു, കാരണം ഇന്ന് മരിച്ചവരുടെ ഓർമ്മ ദിവസമാണ്, November 2. സോ കുർബാനയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഗ്രോട്ടോന്റെ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നിറയെ ബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നിറയെ തിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് അതിനോട്ടുള്ളൊരു ഓർമ്മ സൂചകമായിട്ട് തിരികളും കാര്യങ്ങളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അങ്ങനെ ആ ഗ്രോട്ടോന്റെ അടിയിൽ അങ്ങനെ നിറയെ തിരികൾ കത്തിച്ചു വെക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയത്താണ് സെമിത്തേരിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാവും, പിന്നെ പള്ളിയിൽ ഊട്ടുസദ്യ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു മരിച്ചവരുടെ ദിവസമാണ് ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടാവുക. ഇതാട്ടോ ഇവിടുത്തെ പള്ളി. എന്നാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് മരിച്ചവരുടെ ദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ കഴിക്കാനായിട്ട് പോയത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് മുന്തസേ തന്നെ സെൻട്രൽ മോൾ എന്ന് പറഞ്ഞൊരു മോൾ ഉണ്ട് കേട്ടോ. അതിന്റെ സൈഡിൽ വലിയൊരു KFCയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെയാണ് ഇന്നത്തെ ഡിന്നർ. എന്തൊക്കെ പറയാൻ നാട്ടിലേക്കാൾ ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ KFC. നാട്ടിലാണെങ്കിൽ വെറുതെ ചിക്കനും ഫ്രൈസും മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ വന്ന കോൾസ്ലോയും ഫ്രൈസ് ആണെങ്കിലും പല പല ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ KFCയുടെ ക്വാളിറ്റി കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു എന്ന് തന്നെ ഞാൻ പറയും. ആ ഒരു പഴയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. എന്നാൽ നാട്ടിനേക്കാൾ ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ അതുമാണ്. നാട്ടിനേക്കാൾ എന്തായാലും ബെറ്റർ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Cheers, bis morgen.